ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത കൊടിയേറ്റിയാണ് മല്ലപ്പള്ളി പാതിക്കാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ 137ാമത് പെരുന്നാളിന് തുടക്കമായത്. നവീകരിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം കൊടിയേറ്റിന് ശേഷം മെത്രാപ്പൊലിത്ത നിർവഹിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് 82ാമത് കൺവെൻഷനും നടക്കും. ഫാദർ ജോജി എം എബ്രഹാം, ഫാദർ സഖറിയ തോമസ്, ഫാദർ ജിതിൻ ജോസഫ് എന്നിവർ കൺവെൻഷനിൽ തിരുവചന ശുശ്രൂഷ നിർവഹിക്കും. ജനുവരി 14 വൈകുന്നേരം 7 മണിക്ക് പ്രദക്ഷിണം ആരംഭിക്കും. മല്ലപ്പള്ളി കുരിശടിയിൽ ഫാദർ ബിബിൻ ഫിലിപ്പോസ് പെരുന്നാൾ സന്ദേശം നൽകും. 15 രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷം 8:15 വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് കൊല്ലം ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് അദ്ദേഹം മെറിറ്റ് അവാർഡ് വിതരണം നിർവഹിക്കും. 10 മണിക്ക് പ്രദക്ഷിണത്തിന് ശേഷം പെരുന്നാളിന് കൊടിയിറങ്ങും. വൈകുന്നേരം 6:30 നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ഉണ്ടായിരിക്കും. പെരുന്നാൾ ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ റോഷൻ സി ജോസഫ്, ട്രസ്റ്റി ബിജു വർഗീസ് മേപ്രത്ത്, സെക്രട്ടറി ബിനു എബ്രഹാം കോശി, തടത്തിൽ പുത്തൻവീട് എന്നിവർ നേതൃത്വം നൽകുന്നു. ഇന്ന് വിശുദ്ധ കുർബാനാനന്തരം നിർണഭദ്രാസനത്തിൻ്റെ യുഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയാൽ കൊടി ഉയർത്തപ്പെട്ടു. അതോടൊപ്പം പുതിയതായി നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മവും നടത്തപ്പെട്ടു. പാതിക്കാട് പള്ളിയുടെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അത് ഈ മല്ലപ്പള്ളി ദേശത്തിൻ്റെയും ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരും ആഘോഷിക്കപ്പെടുന്ന മല്ലപ്പള്ളിയുടെ ഒരു പെരുന്നാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജനുവരി മാസം 14-ാം തീയതി സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് ഭക്തി നിർഭരമായ റാസ മല്ലപ്പള്ളിയിലേക്കും തുടർന്ന് പള്ളിയിലും, 15-ാം തീയതി രാവിലെ കൊല്ലം ഭദ്രാസനത്തിൻ്റെ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയാൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയും ആയതിനു ശേഷം കൊല്ലം നൈറ്റ് ബേർഡ്സിൻ്റെ ഒരു കലാസന്ധ്യയും നടത്തപ്പെടുന്നു. ആയതിലേക്ക് നാട്ടിലെ എല്ലാ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ല എല്ലാ ആൾക്കാരെയും ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യും.